ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ മെസ്സേജ് എന്ന് നോക്കാം. ഡിവൈൻ ഗൈഡൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 3 ഓഫ് കോയിൻസിന്റെ എനർജിയാണ്. ഇത് ഹെറോഫന്റ് ആണ് വന്നിരിക്കുന്നത്. ഫോർ ഓഫ് കപ്സിന്റെ എനർജി. ദ ഹാങ്ഡ് മാൻ. Eight of Cups. King of Swords. King of Cups. Ten of Swords. ബോട്ടം വന്നിരിക്കുന്നത് 2 ഓഫ് വാൺസിന്റെ എനർജിയാണ്. നിങ്ങളിവിടെ ആകാംക്ഷയോടുകൂടി ഒരു വ്യക്തിയെ ആവാം, അല്ലെങ്കിൽ ഒരു സാഹചര്യത്തെ ആവാം, ഏതോ ഒരു സന്ദർഭത്തെ ആവാം, നിങ്ങളോട് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇതിന് ഇങ്ങനെയുള്ള ഒരു വെയിറ്റിംഗ് എന്ന് പറയുമ്പോൾ വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയിലാണ്. ഇത് ലഭിക്കും എന്നുള്ള ആത്മവിശ്വാസമാണ്. ഇവിടെ വെയിറ്റ് ചെയ്യുന്ന കാര്യം വെയിറ്റിംഗ് ആണ്. 2 വാൺസ് ഉണ്ട്, കണ്ടില്ലേ, വെയിറ്റിംഗ് ആണ്. ഈ വെയിറ്റ് ചെയ്യുന്ന കാര്യം ഇത് സാധിച്ചു കിട്ടും എന്ന് ഉള്ളിലൊരു കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. മനസ്സിലായി? കാരണം ഇവിടെ മാലയൊക്കെ ഇട്ടിട്ടുണ്ട്. ഏതോ വ്യക്തികളല്ലെങ്കിൽ ഒരു സാഹചര്യമാണ്. ഇവിടെ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ്, കുറച്ചൊന്ന് ആകാംക്ഷ ഉണ്ടായെങ്കിൽ പോലും വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു വെയിറ്റിംഗ് എന്ന് കാണുന്നുണ്ട്. ഇനി ഇവിടെ വെയിറ്റ് ചെയ്യുന്ന ആളിന് വന്നു ചേരുമോ? അത് മൂൺകാർഡാണ് തൊട്ട് താഴെ വന്നിരിക്കുന്നത്. ഇവിടെയും നല്ല പേടി അനുഭവിക്കുന്നുണ്ട്. ഇവിടെ പേടി അനുഭവിക്കുന്നത് മാത്രമല്ല, നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്നുണ്ട്. ഈ ഇൻഡ്യൂഷനിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാൻ പേടിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളൊന്നുമില്ല എന്ന്. പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഇവിടെ വെയിറ്റ് ചെയ്യുന്ന വ്യക്തി എന്താണോ, സാഹചര്യമാണോ, അത് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഇവിടെ നിങ്ങൾക്കൊരു സക്സസ് വരുന്നതായിട്ട്, ജീവിതത്തിൽ ഒരു നല്ല ചേഞ്ച് വരുന്നതായിട്ടുമാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്ന. ഈ 2 കാർഡിലും അത് തന്നെയാണ് പറയുന്നത്. മൂണിന്റെ എനർജി എന്ന് പറയുന്ന ഒരു ചേഞ്ച് കൊണ്ടുവരുന്നതാണ്. മനസ്സിലായോ? ഇതൊരു ചേഞ്ച് കൊണ്ടുവരുന്ന എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. അതുവഴി നിങ്ങൾക്ക് ചേഞ്ച് ലഭിക്കും ജീവിതത്തിൽ എന്ന് കാണുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് കടക്കാൻ സാധിക്കും എന്ന് സ്വയം മനസ്സിലാക്കുന്ന ഒരു സന്ദർഭമാണെന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. മനസ്സിലായി? അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ചേഞ്ച് വരുന്നു എന്ന് പറഞ്ഞത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് 3 ഓഫ് കോയിൻസിന്റെ എനർജിയാണ്. 3 ഓഫ് കോയിൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾ 2-3 പേർ കൂടിച്ചേർന്ന് എന്തോ ഒന്ന് തുടങ്ങി വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തോ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. സാമ്പത്തികപരമായിട്ട് മണി കൂടുതൽ ഏൺ ചെയ്യാൻ വേണ്ടി എന്തോ നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഐശ്വര്യം വർദ്ധിച്ചു വരുന്നതായിട്ടും കാണുന്നുണ്ട്. അതുവഴി നിങ്ങൾക്കൊരു സക്സസ്സിലേക്ക് പോകാൻ ഇത് നിങ്ങൾക്ക് സക്സസ് ആയിട്ട് വരും എന്നാണ് കാണുന്നത്. നിങ്ങളിവിടെ സാമ്പത്തികത്തിനെ ലക്ഷ്യമാക്കി മാത്രമാണ് ഇവിടെ ഈ ഒരു തുടക്കം കൊണ്ടുവന്നിരിക്കുന്നത്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ലാഭം വേണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. നിങ്ങൾ തുടങ്ങി വയ്ക്കുന്ന കാര്യത്തിൽ നിങ്ങൾ കൂട്ടുചേർന്നുള്ള ഒരു സംരംഭം,
കൂട്ടുപ്രവർത്തനമാണ്. കൂട്ടുചേർന്നുള്ള ഈ സംരംഭത്തിൽ നല്ല ലാഭം വേണം എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളിവിടെ അതിനായിട്ട് തന്നെയും കണ്ടില്ല, ഇവിടെ അതിനായിട്ട് തന്നെ ഇതേ ലക്ഷ്യത്തോടുകൂടി രണ്ടുപേരും കയ്യിൽ ഇത് പിടിച്ചിട്ടുണ്ട്. ഇതേ ലക്ഷ്യത്തോടുകൂടി ഒരാൾ ഇവിടെ ഇതിനെ ഫോക്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതേ ലക്ഷ്യത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്കത് സക്സസ്സിലേക്ക് വരും എന്ന് കാണുന്നുണ്ട്. അടുത്തായിട്ട് വന്നിരിക്കുന്ന ഹെറോഫിൻ്റെ എനർജിയാണ്. ഹെറോഫിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്പിരിച്വൽ പാത്തിലാണ് നിങ്ങൾ പലരും എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നുകിൽ നിങ്ങൾ ഏതെങ്കിലും ക്ഷേത്രങ്ങളിലെ എന്തെങ്കിലും ജോലി ചെയ്യുന്നവരാവാം, അതുമല്ല എങ്കിൽ ചിലപ്പോൾ പള്ളികളിലെ മോസ്കിലെ ഒക്കെ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്നവർ ആവാം. ദൈവികമായ എനർജി കൂടുതൽ നിറച്ചു നിൽക്കുന്ന വ്യക്തികൾ ആവാം. ദിവസവും ക്ഷേത്ര ദർശനം നടത്തുന്നവരാവാം. ഒരുപാട് ദൈവവിശ്വാസികളാവാം. എന്തായാലും ശരി, യൂണിവേഴ്സിനെ നല്ലതുപോലെ വിശ്വസിക്കുന്ന ആളാണ്. യൂണിവേഴ്സിന് നല്ലതുപോലെ എനർജി കൊടുക്കുന്ന ആളുമാണ്. മനസ്സിലായോ? അങ്ങനെ യൂണിവേഴ്സിലേക്ക് എനർജി കൊടുക്കുന്ന എന്തുകൊണ്ടാണ്? ചിലപ്പോഴൊക്കെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവുക, അത് യൂണിവേഴ്സ് നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ടാവുക, നിങ്ങളുടെ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മെർജ് ആവുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ പോസിറ്റീവായ കാര്യങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നുണ്ടാവും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി നിങ്ങളെ ആരെങ്കിലും സമീപിക്കുന്നുമുണ്ടാവണം. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഹൈ എനർജിയിലുള്ള വ്യക്തിയാണെന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്ന എനർജി ഉണ്ട്. അതുപോലെ നിങ്ങൾ കൂടുതലായിട്ട് ഇൻഡ്യൂട്ടീവ് ആകുന്നു എന്നും കാണുന്നുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരുപാട് ഇൻഡ്യൂട്ടീവ് ആയ ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതുവഴി മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. പല കാര്യങ്ങൾക്കും മറ്റുള്ളവർക്ക് ഗൈഡൻസ് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അവർ അതനുസരിച്ച് നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതും കാണുന്നുണ്ട്. ഇവിടെ 4 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇനി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ചില സമയത്തൊക്കെ മനസ്സിൽ നിരാശ കൂടുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ ആഗ്രഹിച്ചത് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ മുൻപിൽ ഇവിടെയും 4 കപ്പുകൾ ഉണ്ട്. ഈ 4 കപ്പിലും സ്നേഹമുണ്ട്, മറ്റുള്ളവരുടെ സ്നേഹമുണ്ട്, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും ഉണ്ട് ഇവിടെ. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതൊന്നുമല്ല ആവശ്യം, ഇനിയും മറ്റൊന്നാണ് ആവശ്യം എന്നുള്ള നിലയിലിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇനി മറ്റൊന്ന് തേടി തേടി വരുമ്പോൾ നിങ്ങൾക്ക് എതിർച്ചയാ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഡിവൈനിൽ നിന്നൊരു ഗിഫ്റ്റ് കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് എല്ലായ്പ്പോഴും ശ്രദ്ധിച്ചു തന്നെ ഇരിക്കുക. അശ്രദ്ധ കൊണ്ട് പല കാര്യങ്ങളും കാണാൻ പറ്റുന്നില്ല, ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ലഭിക്കേണ്ടത് ലഭിക്കുന്നുമില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധ പുലർത്തി മുന്നോട്ട് വരിക. അപ്പോഴാണ് ഡിവൈനിൽ നിന്നും ഗിഫ്റ്റ് സ്വീകരിക്കാനുള്ള സമയം ലഭിക്കുന്നത്, അല്ലെങ്കിൽ അതിനായിട്ടുള്ള ആ ഒരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നതും അതറിയാൻ സാധിക്കുന്നതും അപ്പോഴാണ്. അതുകൊണ്ട് അശ്രദ്ധരാവാൻ പാടില്ല ഒരു കാര്യത്തിനും എന്ന് കാണുന്നുണ്ട്. അത് ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിക്ക് ഫലം കിട്ടണമെങ്കിൽ എന്താണ്? തീർച്ചയായിട്ടും ആ പ്രവൃത്തിയിൽ നിങ്ങൾ സത്യസന്ധതയും ആത്മാർത്ഥതയും നിറച്ചുകൊണ്ട് ചെയ്യണം. മനസ്സിലായി? ഇവിടെ നിങ്ങൾക്ക് അതൊന്നുമില്ല, നിങ്ങളിവിടെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരേ ഒരു കാര്യം. അതാണ് പറഞ്ഞത്, ഏത് കാര്യവും നിങ്ങൾ ചെയ്യുമ്പോൾ ആത്മാർത്ഥതയും സത്യസന്ധതയും കൊണ്ടുവരണം. എന്നാൽ മാത്രമാണ് നിങ്ങൾ അവിടെ വിജയിക്കുന്നത്. ശ്രദ്ധ അത്യാവശ്യമാണ്. മനസ്സിലായോ? അല്ലാതെ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നും ലഭിക്കുന്നതുമായിരിക്കും. ഇവിടെ ഹാങ്ഡ്മാൻ്റെ എനർജിയാണ്. കാരണം തല കീഴായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ എങ്ങനെ മുന്നോട്ട് വരണം? ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യത്തിന് യാതൊരു എത്തും പിടിയും കിട്ടുന്നില്ല. എങ്ങനെ മുന്നോട്ട് പോകും? ലോണിന് അപേക്ഷിച്ചിരുന്നു, അത് കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലിക്ക് അപേക്ഷിച്ചിരുന്നു, അത് കിട്ടിയിട്ടില്ല. പല കാര്യങ്ങളും തടസ്സപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇനി എങ്ങനെയാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകും എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയമാണ് നിങ്ങളെന്നാണ് ഇവിടെ കാണുന്നത്. ആരെങ്കിലുമൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവാം, ആരെങ്കിലുമൊക്കെ ഇങ്ങനെ മനസ്സുകുഴങ്ങിയ ഒരവസ്ഥയിലാണെന്നാണ് കാണുന്നത്. അതുകൊണ്ട് തല നേരെ ആക്കി ചിന്തിക്കൂ. ജീവിതത്തെ മറ്റൊരു കാഴ്ചപ്പാടിലൂടെ കാണാൻ ശ്രമിക്കൂ. ഇപ്പോഴത്തെ ഈ ഒരു നിലവാരം വിട്ടിട്ട് മറ്റൊരു തലത്തിലേക്ക് നീങ്ങൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലായ്പ്പോഴും ഇങ്ങനെ തലകീഴായി കിടന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ എന്തെങ്കിലും ഒരു എത്തും പിടിയും കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ട് ആ ഒരു എനർജിയെ മാറ്റിവെച്ചിട്ട് നിങ്ങൾ പുതിയ ചില കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ പുതിയ ചില അവസ്ഥകളിലേക്ക് മുന്നോട്ട് വരൂ എന്നുള്ളതാണ് പറയുന്നത്. പുതിയൊരു കാഴ്ചപ്പാട് സ്വീകരിക്കൂ എന്നുള്ളതാണ് ഡിവൈൻ ഇവിടെ നിങ്ങൾക്ക് തരുന്ന അഡ്വൈസ്, ഗൈഡൻസ്. ഇവിടെ അടുത്തത് 8 ഓഫ് കപ്സിന്റെ എനർജി ഉണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താണ്? ആവശ്യമില്ലാത്തതിനെ നമുക്ക് വേണ്ടെന്നങ്ങ് വയ്ക്കുക.
റിലേഷൻഷിപ്പിൽ പ്രശ്നം, സാമ്പത്തികപരമായ പ്രശ്നം, നിങ്ങളുടെ മറ്റു പല കാര്യങ്ങളിലും പ്രശ്നം, സമൂഹത്തിൽ, സൊസൈറ്റി എവിടെയാണോ അവിടെയൊക്കെ പ്രശ്നങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ എന്താണ് വേണ്ടത്? അതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് വരൂ, സ്പിരിച്വൽ വേയിലൂടെ വരൂ. അപ്പോൾ നിങ്ങൾക്ക് മനസമാധാനം ലഭിക്കും. അത് ലെറ്റ് ഗോ ചെയ്യൂ, ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ലെറ്റ് ഗോ ചെയ്യൂ എന്നാണ് ഭഗവാൻ പറയുന്നത് ഇവിടെ. യൂണിവേഴ്സ് പറയുന്നത് അങ്ങനെയാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്യൂ. ഇനി ഒരു റിലേഷൻഷിപ്പ് ടോക്സിക്കാണ്, എനിക്കത് വേണ്ട, എനിക്ക് ആ ഒരു റിലേഷൻഷിപ്പ് നിമിത്തം ഒരുപാട് കണ്ണീര് ഞാൻ കുടിച്ചിട്ടുണ്ട്. ഒരു സമാധാനവും ഇല്ലാത്ത രാത്രികൾ, ഉറങ്ങാൻ കഴിയുന്നില്ല, ഒന്നിനും പറ്റാത്ത ഒരവസ്ഥ. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അത് കൊണ്ടു നടക്കുന്നത്? അതിനെ ഉപേക്ഷിച്ചുകൂടെ? അതൊട്ട് പറ്റുന്നുമില്ല എന്നാണ് പലരും പറയുന്നത്. അത് പറ്റണം. എന്തുകൊണ്ട് പറ്റാഴിക? മനസ്സിലായി? ഇനി ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, നിങ്ങൾ മാത്രമല്ല മറ്റ് പല ആൾക്കാരോടും അതേപോലെയുള്ള കളിയും ചിരിയും തമാശകളും എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം, അവരുടെ ഒരു ചോയ്സ് ആവാൻ എനിക്ക് പറ്റില്ല, എനിക്കത് വേണ്ട. കിട്ടുകയാണെങ്കിൽ എൻ്റേതായിട്ടുള്ള ആ ഒരു സ്വന്തമായിരിക്കണം. മനസ്സിലായി? ആ ഒരു എനർജി നിലനിർത്തണം. അല്ല എങ്കിൽ വേണ്ട. അപ്പോൾ പലരുടെയും ചോയ്സ് ആവാനുള്ള ആ താല്പര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് വെക്കണം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു ജീവിതത്തിൽ നിങ്ങൾക്ക് മനസമാധാനം കിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് പറയുന്നത്, ഇങ്ങനെ മനസമാധാനത്തിന് വേണ്ടി നിങ്ങൾ ഡിവൈനിലേക്ക് കണക്റ്റ് ആവൂ. പലപ്പോഴും നിങ്ങൾക്ക് എന്താണ് മനഃശാന്തി തരുന്ന ആ ഒരു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാവുന്നതാണ്. ചിലപ്പോൾ ക്ഷേത്രങ്ങളിൽ പോകാം, അല്ലെങ്കിൽ പള്ളികളിലോ അങ്ങനെ മറ്റെവിടെങ്കിലും ചില മതഗ്രന്ഥങ്ങൾ, പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്, മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് മനഃശാന്തി ലഭിക്കും. പക്ഷെ നിങ്ങൾ വീണ്ടും അത്തരത്തിലുള്ള എനർജിയിലേക്ക് ആണ്ടു പോകാതിരിക്കാനാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഇവിടെ പലരും പല സന്തോഷങ്ങളെ ഉപേക്ഷിച്ചിട്ട് സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി കിങ് ഓഫ് സോഡിന്റെ എനർജിയാണ് ഇവിടെ. തീരുമാനമെടുക്കുന്നത് ഉറപ്പിച്ച് തന്നെ വേണം. എന്തോ ഒരു കാര്യത്തിന് നിങ്ങളിപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ടാവണം, അത് ഉറപ്പിച്ച് തന്നെ എടുക്കൂ. ധൃതി പിടിച്ചൊരു തീരുമാനവും എടുക്കണ്ട. ചിലപ്പോഴൊക്കെ വിചാരിക്കുമോ, ഞാൻ ധൃതി പിടിച്ചെടുത്ത ആ തീരുമാനത്തിൽ എനിക്ക് ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ലല്ലോ, അല്ലെങ്കിൽ അതെനിക്ക് സക്സസിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല, അതുകൊണ്ടാണല്ലോ എൻ്റെ ജീവിതം പരാജയപ്പെട്ടത്. ഞാൻ ആലോചിക്കാതെ, ബുദ്ധിപൂർവ്വം ഒന്ന് ആലോചിക്കേണ്ടതായിരുന്നു എൻ്റെ കാര്യത്തിൽ. ബുദ്ധിപൂർവ്വം ആലോചിക്കാതെ ഞാൻ തീരുമാനം എടുത്തത് കൊണ്ടാണല്ലോ എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നൊക്കെ വിചാരിക്കുന്ന എനർജി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് നിങ്ങളൊന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക. ഇനിയെങ്കിലും വന്നതോ വന്നു, ഇനിയെങ്കിലും തീരുമാനമെടുക്കുമ്പോൾ ബുദ്ധിപൂർവ്വം ആലോചിച്ചുകൊണ്ട് തന്നെ വേണം തീരുമാനമെടുക്കാൻ. അപ്പം നിങ്ങളുടെ വാക്കിന്, പ്രവർത്തിക്കും ഒക്കെ ഒരു വിലയുണ്ടാവണം. നിങ്ങളൊരു വാല്യുവബിൾ പേഴ്സണായിട്ട് മാറണം മറ്റുള്ളവരുടെ മുൻപിൽ. ഇല്ല എങ്കിൽ എന്താണ് നിങ്ങൾക്കൊരു വില? നിങ്ങൾക്ക് സ്വയം വില കൽപ്പിക്കണം, മറ്റുള്ളവർ നിങ്ങൾക്ക് വില തന്നോളും. മനസ്സിലായി? എന്ന് പറയുന്ന പോലെ ഇവിടെ എന്തോ നിങ്ങളൊന്നും തുടങ്ങി വയ്ക്കാൻ ആഗ്രഹിക്കുന്നുള്ളത് പോലെയാണ് ഇവിടെ കാണുന്നത്. അത് നിങ്ങളുടെ തീരുമാനം ഉറച്ചതാവണം. അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇവിടെ. കാരണം കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും മനസ്സിൽ വിചാരിച്ച കാര്യം എനിക്ക് സാധിക്കണം എന്നുള്ളതാണ്. ചിലപ്പോൾ ഇമോഷൻസിന് പ്രാധാന്യമുള്ളതാണ് ഇവിടെ. ഹൈ ഇമോഷൻസ് ഉള്ള ഒരു വ്യക്തി, ഹൈ എനർജിയിലേക്ക് നീങ്ങുന്ന ഒരു വ്യക്തിയാണ് കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അത് തന്നെയാണ്. എന്തോ ആഗ്രഹിച്ചിരിക്കുന്നു, എന്തോ നേടിയെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ചില വ്യക്തികൾക്ക് വേണ്ടിയാവാം, ചില സാഹചര്യങ്ങൾക്ക് വേണ്ടിയും ആകാം. മനസ്സിലായി? ഇവിടെ അങ്ങനെ വളരെയധികം ആകാംക്ഷയോടുകൂടി ആഗ്രഹിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ഈ ആഗ്രഹിക്കുന്ന കാര്യം പലപ്പോഴും നിങ്ങൾക്ക് സാധ്യമാകും എന്ന് കാണുന്നുണ്ട്. അടുത്തായിട്ട് 10 ഓഫ് സോഡിന്റെ എനർജിയാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് വരുന്നുണ്ട്. ഒരു പുനർജന്മം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. പുനർജന്മമല്ല എങ്കിൽ കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ട്. അതുവരെ അനുഭവിച്ചതിലും അപ്പുറത്തായിട്ടൊരു നല്ല സൗഖ്യത്തോടു കൂടിയുള്ള ജീവിതം. ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷങ്ങളിലേക്ക് പോകുന്ന എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു ജീവിതത്തിൽ ഒരു തുടക്കം വരുന്നുണ്ട്. ഈ തുടക്കം എന്ന് പറയുന്നത് വളരെയധികം സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള തുടക്കമാണ്. ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളെ മാനസികമായിട്ട് വിഷമിപ്പിച്ചിട്ടുണ്ടാവാം. ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളും ഉണ്ടാവാം. ഇനി അതുമല്ല, അപവാദങ്ങൾ പറഞ്ഞ് നിങ്ങളെ തരം താഴ്ത്തിയിട്ടുണ്ടാവാം. നിങ്ങളെ ഒരുപാട്
ചീറ്റ് ചെയ്തിട്ടുണ്ടാകാം, മുറിവേൽപ്പിച്ചിട്ടുണ്ടാകാം. അത്തരം എനർജിയിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒറക്കിൾ കാർഡ്സ് കൂടെ നോക്കാം. ഹീലിംഗ് ആണ്, നിങ്ങൾക്ക് നല്ല ഹീലിംഗ് ലഭിക്കുന്നുണ്ട്. മനസ്സിലായി. നല്ലതുപോലെ രോഗശാന്തി ലഭിക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് രോഗം ബാധിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മുറിവേൽക്കപ്പെട്ടിട്ടുണ്ടാവാം. ഈ ഒരു എനർജിയിൽ നിന്നും പറഞ്ഞില്ല നിങ്ങളൊന്ന് ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നു എന്ന്, അതേപോലെ നിങ്ങൾ രോഗശാന്തിയിൽ നേടി മുന്നോട്ട് വരുന്നു എന്നുള്ളത്. എല്ലാവിധത്തിലുള്ള അസുഖങ്ങളിൽ നിന്ന് നിങ്ങൾ സുഖപ്പെട്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചക്രാസൊക്കെ ആക്റ്റീവ് ആകുന്നു. അതുവഴി നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടും ആരോഗ്യപരമായിട്ടും നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കണ്ടില്ലേ, നിങ്ങൾ സ്വപ്നം കണ്ട ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. ഇവിടെ 8 ഓഫ് കപ്സിന്റെ എനർജി പറഞ്ഞപ്പോഴേ നമ്മൾ പറഞ്ഞതല്ലേ, ഡ്രീമാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു വ്യക്തി? ആ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പലരും നേരത്തെ തന്നെ സ്വപ്നം കാണും തങ്ങളുടെ പാർട്ണറെ. ഇതേപോലെയുള്ള ഒരു ലൈഫ് വേണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവാം. അത്തരത്തിലുള്ള ഒരു ലൈഫ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. പോസിബിലിറ്റീസ് ആണ്. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് സാധ്യതകൾ വരുന്നുണ്ട്. മനസ്സിലായി. നിങ്ങളിവിടെ ഹാങ്ഡ് മാൻ കണ്ടില്ലേ, തല കീഴായി നിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരം വരുന്നുണ്ട്. അതിനുള്ള സാധ്യതകൾ വരുന്നുണ്ട്. മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് കഴിയും എന്നുള്ളതാണ് കാണുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബ്രേക്ക് ത്രൂ ആണ്. എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളെയും മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും സൊല്യൂഷൻ നേടി മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് സാധ്യതകളൊക്കെ വരുന്നുണ്ട്, അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ.